ഒരിക്കലും കരയാത്ത ഒരാളാണ്. അതെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ ആവുന്ന ഒരാളാണെങ്കിൽ അത്രയും കരയേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾ ഒരിക്കലും കരയാത്ത ആളാണ്. അയാൾ ഫുൾ ടൈം ടഫാണ്. അയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ കിടന്ന് എന്ത് ഇവിടെ നിൽക്കുന്നതാണ് ചോദിക്കുന്നത്. ഈ റിയൽ ലൈഫിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് മനുഷ്യർക്ക് കരച്ചിൽ വരുമല്ലോ. പക്ഷെ സ്ക്രീൻ ടൈമിൽ കരയാന്നുള്ളത് അതിൽ ഈ ഇമ്പാക്ട് മിസ്സാവാതിരിക്കുക എന്നുള്ളതും വലിയ റെസ്പോൺസിബിലിറ്റി തോന്നിയിട്ടുണ്ട് ആക്ടേഴ്സിന്റെ. വട്ടജയം പറഞ്ഞത് കൊണ്ട് ആ വാഷ്റൂമിലിരുന്ന് കരയുന്ന സീക്വൻസ്, അത് എനിക്ക് തോന്നുന്നു അത് ലൗഡാണ്, സൗണ്ട് വൈസ് അല്ല, എക്സ്പ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ഭയങ്കര ലൗഡാണ് അയാളുടെ ക്യാരക്ടർ. കാരണം അയാൾ ഒരിക്കലും കരയാത്ത ഒരാളാണ്. അതെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ ആവുന്ന ഒരാളാണെങ്കിൽ അത്രയും കരയേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾ ഒരിക്കലും കരയാത്ത ആളാണ്. അയാൾ ഫുൾ ടൈം ടഫാണ്. അയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ കിടന്ന് എന്ത് ഇവിടെ നിൽക്കുന്നതാണ് ചോദിക്കുന്നത്. അവിടെ പോലും അയാൾ അമ്മയുടെ പോലും വിഷമം കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വെൻ ദേ ബ്രേക്ക് ഡൗൺ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദേ ബ്രേക്ക് ഡൗൺ ലൈക്ക് കംപ്ലീറ്റ്ലി. ദേ വുഡ് ബി ഇൻ ദെയർ ഓൺ സ്പേസ്. അവരുടെ സ്വന്തമായ ഒരു സ്പേസിൽ ഒരു സ്ഥലത്തിരുന്ന് അവർ പൊട്ടിക്കരയുമ്പോൾ അത് ഭയങ്കര എക്സ്ട്രീം ഒരു കരച്ചിലായിരിക്കും. പിന്നെ അതിനെ കുറിച്ച് വേറെ കുറെ മീംസും കാര്യങ്ങളും പിന്നീട് ഞാൻ കണ്ടു. അതിന് ഓരോ സിറ്റുവേഷൻസ്. അതെ, ഓരോരോ സിറ്റുവേഷൻസ്.